ഓം ശാന്തി. അവ്യക്ത പരിവാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം അവ്യക്ത സൈലൻസിലൂടെ ഡബിൾ ലൈറ്റ് ഫരിസ്ത സ്ഥിതിയുടെ അനുഭൂതി ചെയ്യുന്നതിനായി ഉള്ള ഇന്നത്തെ ടോപ്പിക്കാണ് ശബ്ദത്തിനും ഉപരി. ഇന്നത്തെ അവ്യക്ത സൂചനയാണ് മാലാഖാസ്ഥിതിയുടെ അനുഭവം ചെയ്യുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ ശബ്ദത്തിലേക്ക് വന്ന് ചർച്ച ചെയ്ത് എങ്ങനെയുള്ള അന്തരീക്ഷത്തിലും സ്ഥിതി ചെയ്തുകൊണ്ട് സെക്കൻഡിൽ സർവസങ്കല്പങ്ങളെയും നിർത്തി ശബ്ദത്തിനും ഉപരി വേറിട്ട മാലാഖാസ്ഥിതിയിൽ സ്ഥിതി ചെയ്യൂ. ഇപ്പോൾ തന്നെ കർമ്മയോഗി, ഇപ്പോൾ തന്നെ മാലാഖ, അതായത് ശബ്ദത്തിനും ഉപരി അവ്യക്തി ശാന്തിയുടെ അനുഭൂതി. ഇതേ അഭ്യാസം അവസാന പരീക്ഷയിലും നമ്മെ വിജയിയാക്കി മാറ്റുന്നു. ഇപ്പോൾ മോഹിനി ദീദിയിൽ നിന്നും നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് കേൾക്കാം. ഓം ശാന്തി. ഡബിൾ ലൈറ്റ് സ്ഥിതിയിലിരിക്കുന്നതിനായി ബാബ ദിവസേനയുള്ള അവ്യക്ത സൂചനയിലൂടെ നമുക്ക് നൽകുന്ന പുരുഷാർത്ഥം, അതുപോലെ അഭ്യാസം, അതുപോലെ അറ്റൻഷൻ, ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എത്ര സങ്കല്പമാണ് നമുക്ക് നൽകേണ്ടത് എന്നുള്ളത്. എത്ര സങ്കല്പം നമുക്കുണ്ടാകണം. മറ്റുള്ളവർ അവരുടെ ഏതെങ്കിലും ഡ്യൂട്ടി അഥവാ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് ചിലപ്പോൾ ശരിയായ സങ്കല്പങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ കാര്യത്തെ പ്രതി എങ്ങനെ ചെയ്യണമെന്നുള്ളത്, എന്നാൽ നമുക്ക് ശരിയായ സങ്കല്പങ്ങൾ അതിനെ പ്രതി വരുന്നുവെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്നതിനെ പ്രതി അതിനെ വ്യർത്ഥമെന്ന് പറയുമോ? ദിവസം മുഴുവനും ഇതുപോലെ യജ്ഞസേവനം ചെയ്തുകൊണ്ട് കർമ്മയോഗിയായിരുന്നുകൊണ്ട് തൻ്റെ സങ്കല്പത്തെ, ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ, വ്യർത്ഥം നമുക്ക് ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കൂ. ചെയ്യണോ വേണ്ടോ എന്നുള്ളൊരു സങ്കല്പം ചിന്തിക്കുക എന്ന് പറയുന്നത് ഒരു സ്വഭാവമായി മാറരുത്. എത്ര ആവശ്യമുണ്ടോ അത് മാത്രം ചിന്തിക്കൂ. മറ്റുള്ളവരുടെ ഉത്തരവാദിത്തം എന്താ? ഞാനും കൂടി അത് ചിന്തിക്കണമോ? വ്യർത്ഥമൊട്ടും തന്നെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകരുത്. ഈ കാര്യത്തിൽ ശ്രദ്ധിക്കൂ. ആർക്കും നെഗറ്റീവ് വരുന്നില്ലല്ലോ. മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ഏകാഗ്രതയെക്കുറിച്ച് ബാബ പറഞ്ഞു. ബുദ്ധിയും പ്രവർത്തിക്കാൻ ആരംഭിച്ചാൽ ക്ഷീണത്തിൻ്റെ അനുഭൂതി നമുക്കുണ്ടാകും. സമയത്തിനനുസരിച്ച് തൻ്റെ സ്ഥിതി അശരീരിയാക്കി മാറ്റാനുള്ള ആവശ്യമാണിപ്പോൾ ഉള്ളത്. നമ്മളെല്ലാവരും ബാബയുടെ സേവനത്തിനായി നിമിത്തമാണല്ലോ. നമുക്കെല്ലാവർക്കും ഫരിസ്തയിട്ട് മാറാൻ, വിശ്വപരിവർത്തനത്തിന് ഉത്തരവാദിത്വമുള്ളവരാണ്. ബാബ പുരുഷാർത്ഥം ചെയ്യാൻ പറയുന്നുണ്ടെങ്കിലും കുട്ടികൾ ചിലപ്പോൾ പ്രയത്നിക്കുന്നത് കാണാറുണ്ട്. സേവനത്തിൻ്റെ ആണെങ്കിലും ആവശ്യമില്ലാത്ത എക്സ്ട്രാ ഒരു സങ്കല്പം പോലും നടക്കരുത്. ഈ രീതിയിൽ സങ്കല്പത്തെ നമ്മൾ ക്രമീകരിക്കുകയാണെങ്കിൽ സങ്കല്പം വന്നതിന് ശേഷം നമ്മളത് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് കാര്യമില്ലല്ലോ. ഹോംവർക്ക് ചെയ്യുന്ന കാര്യത്തിൽ ബിസിയായിട്ടിരിക്കുന്നുണ്ടാവും നമ്മൾ. അങ്ങനെയാണെങ്കിൽ പരിതസ്ഥിതിയുടെ പ്രഭാവം നമ്മളിൽ ഏൽക്കില്ല. ഇന്നത്തേക്കുള്ള അവ്യക്ത സൂചന ശബ്ദത്തിനും ഉപരി, മനസ്സിൻ്റെ ശബ്ദത്തിനും ഉപരി, പുറമേയുള്ള ശബ്ദത്തിനും ഉപരി മനസ്സും ബുദ്ധിയും ശബ്ദിക്കുമല്ലോ. നാവിലൂടെ നാം മിണ്ടാതിരുന്നാലും ആന്തരികമായി സങ്കല്പങ്ങൾ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശബ്ദത്തിന് ഉപരിസ്ഥിതിയിലിരിക്കാൻ സാധിക്കില്ല. ബ്രഹ്മബാബ തൻ്റെ ശാന്തസ്ഥിതിയിലിരുന്നത് പോലെ നമുക്കും അവ്യക്ത ശാന്തിയിലിരിക്കണം. സൈലൻസിൻ്റെ ശക്തി, അതിലൂടെ നമ്മുടെ സ്ഥിതിയെ നമുക്കുണ്ടാക്കണം. ഇതിലൂടെ നാം ഫരിസ്തകളായി തീരുന്നുണ്ടോ? തൻ്റെ സങ്കല്പം, സ്വഭാവം, സംസ്കാരത്തിൻ്റെ പരിവർത്തനം സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കൂ ഇതിലൂടെ. അപ്പോൾ ഇന്നത്തെ സൂചന, അവ്യക്ത സൂചന, ഫരിസ്ത സ്ഥിതിയുടെ അനുഭവം ചെയ്യുന്നതിനായി ഇടയ്ക്ക് ശബ്ദത്തിലേക്ക് വന്നാലും
എന്തെങ്കിലുമൊക്കെ ചർച്ചയിലേർപ്പെട്ടാലും എങ്ങനെയുള്ള വാതാവരണത്തിൽ വന്നാലും സെക്കൻഡിൽ തന്നെ നമുക്ക് സർവ്വസങ്കല്പങ്ങളെയും നിർത്തിക്കൊണ്ട് ആന്തരിക ശബ്ദങ്ങളെ നിർത്തിവെച്ച് ഫരിസ്താ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യൂ. ഇത് വളരെ ആഴത്തിൽ നാം ചിന്തിക്കേണ്ടതുണ്ട്. എങ്ങനെയുള്ള വാതാവരണമാണെങ്കിലും പലരും ചിലപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ എനിക്ക് സൈലൻസിൽ ആന്തരികമായിരിക്കാൻ സാധിക്കുമോ? കേട്ടുകൊണ്ടും എത്ര സങ്കല്പമുണ്ടോ അത്രയും മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. ഗുൽസാർ ദാദിയുടെ ഉദാഹരണം അങ്ങനെയാണ്. മീറ്റിങ്ങിലിരിക്കുന്ന സമയത്ത് ഞങ്ങൾ എന്തെങ്കിലും പറയുമെന്ന് ദാദിയോട് പറയും. അപ്പോൾ ദാദി പറയും, ഞാനെല്ലാം മനസ്സിലാക്കി, ഞാനെല്ലാം കേട്ടു എന്ന് പറയും. മീറ്റിങ്ങിൽ ചിലപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും. പക്ഷേ മീറ്റിങ്ങിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. പക്ഷെ അവ്യക്ത ശാന്തിയിലൂടെ നമുക്ക് ശക്തി കിട്ടുള്ളൂ. അതിലൂടെ നിർണയശക്തി, തിരിച്ചറിയാനുള്ള ശക്തി, ഇതെല്ലാം നമുക്ക് ലഭ്യമാകും. അതിനാൽ കർമ്മയോഗിയായിരിക്കവേ ഒരു സെക്കൻഡ് കൊണ്ട് അവ്യക്ത ശാന്തിയിലിരിക്കാനും സാധിക്കണം. കർമ്മയോഗിയായി നമ്മൾ എന്തായാലും ഇരിക്കുമല്ലോ. ചിലപ്പോൾ യജ്ഞസേവനത്തിൻ്റെ കാര്യങ്ങൾ മറ്റുള്ളവരോട് ചർച്ച ചെയ്യും. വാക്കുകളിലൂടെ സേവനം നമുക്ക് ചെയ്യേണ്ടതുണ്ട്. കർമ്മയോഗിയും ഫരിസ്തയും ഈ അഭ്യാസം മാറ്റി മാറ്റി ചെയ്യണം. ഫരിസ്ത അർത്ഥം ശബ്ദത്തിനുമുപരി അവ്യക്തി ശാന്തിയുടെ അനുഭൂതി. അവ്യക്ത ശാന്തി അർത്ഥം തൻ്റെ അവ്യക്ത സ്ഥിതിയിലേക്ക് കൊണ്ടുപോകുന്ന ശാന്തി. ഇതാണ് അവസാനത്തെ പരീക്ഷയിൽ നമ്മെ വിജയി ആക്കി മാറ്റുന്നത്, ഈ ഒരു അഭ്യാസം. അറ്റൻഷൻ അഭ്യാസം, ഇതിലൂടെയാണ് സ്ഥിതി ഉണ്ടാകുന്നത്. പരിതസ്ഥിതി വരുമ്പോൾ, വാതാവരണം നിർമ്മിക്കപ്പെടുമ്പോൾ നമ്മുടെ സ്ഥിതി എങ്ങനെയായിരിക്കണം? ഈ കാര്യങ്ങളുടെ അനുഭൂതിയും ഉണ്ടാകണം ഇതിലൂടെ. ഓം ശാന്തി.